നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലേക്ക് വരാം അല്ലേ. അപ്പോൾ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഒരു കണ്ടക്ടറിനുള്ളിൽ റാൻഡം മോഷനിലാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവർക്കുള്ള വെലോസിറ്റി എന്തായിരിക്കാം? അവരുടെ ഒരു ആവറേജ് വെലോസിറ്റി 0 ആണെന്ന് നമ്മൾ കണ്ടു. അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നെറ്റ് കറണ്ട് എന്ന് പറയുന്നത് 0 ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ. പിന്നീട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ, അടങ്ങിയിരിക്കാത്തൊരു ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് പിള്ളേരെല്ലാം ഓർഡേർഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ ഇരിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഇവരുടെ ഫ്ലോ ഡയറക്റ്റഡ് ആവും, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ അവർക്ക് കിട്ടും. When a voltage is applied across a conductor, an electric field is developed. Okay, ആരെ കൊടുക്കുമ്പോഴാണ് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താവുന്നത്? ഡെവലപ്ഡ് ആവുന്നത്. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്താണ്? ഇലക്ട്രോൺസിന് ഒരു ആക്സിലറേറ്റഡ് ആയി അല്ലേ. അവരെന്തായി? അവർക്ക് ആക്സിലറേറ്റഡ് ആയി. ഓക്കെ, ആൻഡ് പക്ഷേ ആക്സിലറേറ്റഡ് ആയി എന്നുണ്ടെങ്കിലും അവരെന്താണ്? മൂവ് ചെയ്യുന്ന സമയത്ത് ദേ കൊളൈഡ് വിത്ത് ആറ്റംസ്. ഓക്കെ, അതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്പേസ് ആണോ ആ ഒരു കണ്ടക്ടറിനുള്ളിൽ എന്ന് പറയുന്നത്? ഇല്ല. അവർക്ക് തമ്മിൽ ആരുമായിട്ട് കൂട്ടിയിടിക്കേണ്ടി വരും? ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി ലോസ് ഉണ്ടാവും അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ദേ ലോസ് ദിയർ എനർജി ആൻഡ് ആർ സ്ലോഡ് ഡൗൺ. അപ്പോൾ ഈ ഒരു ഫീൽഡ് ഒക്കെ കിട്ടി ഭയങ്കര എനർജിയിൽ അത് ആക്സിലറേറ്റഡ് ആയിരുന്നു. പക്ഷെ എന്ത് പറ്റി? കൂട്ടിയിടികൾ കാരണം, കൊളീഷൻസ് കാരണം എന്താ സംഭവിച്ചത്? അവരുടെ എനർജി കുറയുകയും അവരുടെ സ്പീഡ് അല്ലെ, അവർ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു സ്പീഡ് അതിൽ നിന്ന് അവർ സ്ലോ ഡൗൺ ആവുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അതെന്നുള്ളതൊന്ന് നോക്കിക്കേ. കണ്ടോ, ആ ഒരു കൊളീഷനാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ this acceleration and collision are repeated through the motion. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നുണ്ട് ഇലക്ട്രോൺസിന്. ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രോൺസിന് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ കാരണം എന്ത് ചെയ്യുന്നു? അവർ ചെന്ന് കൊളൈഡ് ചെയ്യുന്നു, എനർജി ലൂസ് ചെയ്യുന്നു, സ്ലോ ഡൗൺ ആവുന്നു. വീണ്ടും എന്താണ്? ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ആക്സിലറേറ്റഡ് ആവുന്നു, അവർ മൂവ് ചെയ്യുന്നു, കൊളൈഡ് ചെയ്യുന്നു, എനർജി ലൂസ് ചെയ്യുന്നു, സ്ലോ ഡൗൺ ആവുന്നു. ഓക്കെ, ഈ ത്രൂ ഔട്ട് ഇത് തന്നെയാണ് ആ ഒരു മോഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് മൂവ് വിത്ത് എ കോൺസ്റ്റന്റ് ആവറേജ് വെലോസിറ്റി. അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്? എന്തായാലും ഇവർ ആ ഒരു ആക്സിലറേഷനിൽ ചെന്ന് കൊളൈഡ് ചെയ്ത് എനർജി ലൂസ് ചെയ്ത് സ്ലോ ഡൗൺ ആവുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ്? അവർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരേപോലത്തെ ഒരു ആവറേജ് വെലോസിറ്റിയിലാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഈ കോൺസ്റ്റന്റ് ആവറേജ് വെലോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ എന്താണ്? ഈ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആവറേജ് വെലോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. എല്ലാ സ്റ്റെപ്സും ഒന്നും കൂടി പറയാം. ഫസ്റ്റ് കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് എന്താ? കണ്ടക്ടർ അതിലൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാത്ത അവസ്ഥയിൽ, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത അവസ്ഥയിൽ എന്താണ്? ഒരു റാൻഡം മോഷനിലാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയാണ് ഇലക്ട്രോൺസിന്റെ മോഷൻ എന്നുള്ളത്. ആ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരെല്ലാം എന്താണ്? ഒരു റാൻഡം മോഷനിലാണ് അല്ലെ. എന്നാൽ എപ്പോഴാണ് വോൾട്ടേജ് അപ്ലൈ ചെയ്തത് അവിടെ എന്താണ്? അവിടെ ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഫീൽഡിൽ നിന്ന് ഇവരെന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രോൺസ് ആക്സിലറേറ്റഡ് ആവുന്നു. ആക്സിലറേറ്റഡ് ആകുമ്പോഴത്തേനും ഒരു സ്പീഡിൽ മൂവ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ കൊളീഷൻ കാരണം എനർജി ലൂസ് ഉണ്ടാവുകയും അവരുടെ സ്പീഡ് ജസ്റ്റ് ഒന്ന് അവരൊന്ന് സ്ലോ ഡൗൺ ആവുകയും ചെയ്തു അല്ലെ. അങ്ങനെ സ്ലോ ഡൗൺ ആയിക്കൊണ്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവരൊരു ആവറേജ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആവറേജ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു വെലോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ള ഒരു കറക്റ്റ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് എന്താണ് എന്നുള്ളതിന്റെ കറക്റ്റ് ഫോർമാറ്റ്. ഓക്കെ, ദ ആവറേജ് വെലോസിറ്റി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ അണ്ടർ ദി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? അതായത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇലക്ട്രോണുകൾക്ക് കിട്ടുന്ന ആ ഒരു ആവറേജ് വെലോസിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി acquired by an electron under the applied electric field is called the drift velocity. ഓക്കെ, അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താന്നുള്ളത് ക്ലിയർ ആയി കാണുമല്ലോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റിലാക്സേഷൻ ടൈം. ഓക്കെ, അപ്പൊ എന്താണ് റിലാക്സേഷൻ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇലക്ട്രോൺസിന്റെ കേസിൽ വരുമ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ കൊളൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യമേ എന്ത് ചെയ്യുന്നു?
അതൊരു ആറ്റവുമായിട്ട് ചെന്ന് കൊളൈഡ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു, അടുത്ത ആറ്റവുമായിട്ട് ചെന്ന് കൊളൈഡ് ചെയ്യുന്നു. ഇങ്ങനെ കൊളീഷനുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കൊളീഷനുകൾക്കിടയിലുള്ള, അതായത് രണ്ട് കൊളീഷൻ അല്ലെങ്കിൽ സക്സസീവ് കൊളീഷൻ്റെ ഇടയിലുള്ള ആ ഒരു ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. ഓക്കെ, അപ്പൊ എന്താണ് റിലാക്സേഷൻ ടൈം? ഇറ്റ് ഈസ് ദി ആവറേജ് ഓഫ് ടൈം ബിറ്റ്വീൻ two successive collisions of the free electrons with atoms. Okay, ഒന്നുകൂടി പറയാം, average of time between two successive collisions of the free electrons with atoms. Okay, അതായത് ഇതൊരു ഇലക്ട്രോൺ ആണെന്ന് കരുതുക, ഇതൊരു ആറ്റം ആണെന്ന് കരുതുക. ഫസ്റ്റ് ഈ ആറ്റത്തിനെ വന്ന് ഇടിച്ചു, അതിനുശേഷം അടുത്ത കൊളീഷൻ വീണ്ടും ഇവിടെ. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് എക്സ്പ്രഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി? അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താന്നും റിലാക്സേഷൻ ടൈം എന്താന്നും ഒക്കെ നമ്മൾ കണ്ടു അല്ലെ. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോഴത്തേനും ഓക്കെ, ആരാണ് ഈ ഇലക്ട്രിക് ഫീൽഡിനെ കൊടുക്കുന്നത്? നമ്മൾ നൽകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആ ഒരു കണ്ടക്ടറിന്റെ എൻഡ്സിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യുന്നു? ഇറ്റ് മേക്സ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇ. ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ആര് നൽകുന്നുണ്ട് അവിടെ? ആ ഒരു വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിന് അവർ തീർച്ചയായിട്ടും ആക്സിലറേറ്റഡ് ആവുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് പറയേണ്ട കാര്യം അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്? ഒരു കുളോം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ കുളോം ഫോഴ്സ് എന്ന് പറയുന്നത്? രണ്ട് പോയിന്റ് ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷനെയാണ് നമ്മൾ കുളോം ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഫോഴ്സിനെ അതിനെ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ആ ഒരു ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഈ നെഗറ്റീവ് ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിന് ഇങ്ങനെ തന്നെ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ എന്ന് നമ്മൾ എഴുതുന്നത് പോലെ തന്നെയാണ് ആ ഒരു ഇലക്ട്രോണിന്റെ ചാർജിനെ ഇ എന്ന് റെപ്രസെന്റ് ചെയ്തെന്നുള്ളൂ. അത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് കൊടുത്തു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കമ്പയർ ചെയ്ത് മറ്റൊരു ഫോമിലേക്ക് ആക്കണം. കാരണം എന്താണ്? നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം അല്ലെ. ആക്സിലറേഷൻ കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഫോഴ്സിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്? എന്താണ് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്? എഫ് ഇസ് ഈക്വൽ ടു എം എ, റൈറ്റ്? അതിൽ നിന്ന് നമുക്ക് എഴുതാം എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ അല്ലേ? മൈനസ് ഇ ഇൻറ്റു ഇ, അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമുക്ക് എഴുതാമല്ലോ. എഴുതാം. ഓക്കെ, അതിൽ നിന്ന് എ എന്താണ്? മൈനസ് ഈക്വൽ ടു ഒന്ന് കറക്റ്റ് ആക്കിക്കോട്ടെ. ഓക്കെ, അപ്പൊ എ ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ ബൈ എം എന്നതാണ് നമുക്ക് ആക്സിലറേഷൻ ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ആ ഒരു ഇലക്ട്രോണിന് ലഭിക്കുന്ന ആക്സിലറേഷൻ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഇനി എന്തും കൂടി വേണം? ഇതാണോ അവർക്ക് ലഭിക്കുന്ന? ഇത് മാത്രമേ ഉള്ളൂ ആക്സിലറേഷൻ? അല്ല, ആ ഒരു ആക്സിലറേഷൻ അക്വയർ ചെയ്തിട്ട് അവർ കൊളൈഡ് ചെയ്യുന്നുണ്ട്. കൊളൈഡ് ചെയ്യുമ്പോൾ അവരുടെ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കണം അല്ലെ. അപ്പൊ ഈ ആക്സിലറേഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, അടുത്തത് ഈ ഒരു ആക്സിലറേഷൻ കാരണം ഡ്യൂ ടു ദിസ് ആക്സിലറേഷൻ ഫ്രീ ഇലക്ട്രോൺസ് acquires an additional velocity. നമ്മുടെ ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത്? ആക്സിലറേഷൻ കിട്ടുമ്പോൾ അവർ വെറുതെ ഇരിക്കുകയാണോ? അല്ല, അവര് ഒരു അഡീഷണൽ വെലോസിറ്റി അങ്ങ് അക്വയർ ചെയ്യും. ഓക്കെ, അക്വയർ ആൻ അഡീഷണൽ വെലോസിറ്റി. ഓക്കെ, ഇനി മെറ്റലിന്റെ കേസിൽ എന്താണ്? മെറ്റലിന്റെ കേസിൽ അതിൽ കുറേ അധികം ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്, മെറ്റൽ എന്ന് ഉദ്ദേശിച്ചത് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. മെറ്റൽസിൽ എന്താണ്? കുറേ അധികം ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണിന്റെ അഡീഷണൽ വെലോസിറ്റി ഒരു സ്പെസിഫിക് ടൈമിൽ, ആ ടൈം എന്ന് പറയുന്നത് ആ ഒരു റിലാക്സേഷൻ ടൈം, ആ രണ്ട് കൂട്ടിമുട്ടലുകൾക്കിടയിലുള്ള ആ ഒരു ടൈം. ഓക്കെ, ആ ഒരു റിലാക്സേഷൻ ടൈം, ആ ഒരു ടൈമിൽ ഫസ്റ്റ് ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഇലക്ട്രോൺ അതിന്റെ അഡീഷണൽ വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കൊന്ന് v1 എന്ന് എഴുതാം. ഓക്കെ, v1 ഈക്വൽ ടു u1. ആദ്യത്തെ വെലോസിറ്റി ആണ് നമ്മുടെ ഇലക്ട്രോൺസിന്റെ u1 പ്ലസ് എന്തെഴുതാം?
എ ഇൻറ്റു ടോ എന്ന രീതിക്ക് നമുക്ക് എഴുതാം. ഓക്കെ, V1 ഇസ് ഈക്വൽ ടു U1 പ്ലസ് എ ഇൻറ്റു ടോ. ഓക്കെ, എ ഇൻറ്റു ടോ കിട്ടിയത് ക്ലിയർ ആണല്ലോ. ദ നെക്സ്റ്റ് വെലോസിറ്റി, ഇനീഷ്യലും ഫൈനൽ വെലോസിറ്റിയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിലേക്ക് ആര് ഫൈനൽ വെലോസിറ്റി, ആ ഒരു U2 അല്ലെങ്കിൽ എന്താണ് ദിസ് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി എന്ന് നമുക്ക് പറയാം. ഓക്കെ, U2 എന്ന് എടുക്കണ്ട, കാരണം അടുത്തതിന്റെ ഇനീഷ്യൽ വെലോസിറ്റീസ് വരുന്നത് U2 U3 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു വെലോസിറ്റി, ഓക്കെ, ആ ഒരു ടോട്ടൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റി വരണം. ആ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഇൻറ്റു ടൈം എന്നുള്ള രീതിക്ക് എഴുതാം അല്ലെ. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇക്വേഷൻ വന്നത്? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ വെലോസിറ്റിനെ നമുക്ക് ആക്സലറേഷൻ ഇൻറ്റു ടൈം, ഇവിടെ വരുന്നത് റിലാക്സേഷൻ ടൈം ടോ ആണ്, അതുകൊണ്ടാണ് എ ഇൻറ്റു ടോ എന്ന രീതിക്ക് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ഇലക്ട്രോൺ അക്വയർ ചെയ്യുന്ന ആ ഒരു അഡീഷണൽ വെലോസിറ്റി എന്നുള്ളൊരു കാര്യം ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇലക്ട്രോണിന്റെ വെലോസിറ്റി നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ബാക്കി ഇലക്ട്രോൺസിന്റെയും വെലോസിറ്റി നമുക്ക് എഴുതാമല്ലോ. എന്താണ്? V2 ഇസ് ഈക്വൽ ടു U2 പ്ലസ് എ ടോ അല്ലെ. എ ടോ 1 ടോ 2 എന്ന് നമുക്ക് സ്പെസിഫിക്കലി എഴുതി പോവാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം ടോ 2. ഓക്കെ, V1 ഒന്നും കൂടി എടുത്ത് എഴുതാം. V1 ഇസ് ഈക്വൽ ടു U1 പ്ലസ് എ ടോ 1. V3 ഇസ് ഈക്വൽ ടു U3 പ്ലസ് എ ടോ 3. റൈറ്റ്, Vn ഇസ് ഈക്വൽ ടു UN പ്ലസ് എ ടോ n എന്ന രീതിക്ക് നമുക്ക് എഴുതാം. ശരിയാണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ആവറേജ് വെലോസിറ്റി എടുക്കണം. ഓക്കെ, വെലോസിറ്റിയുടെ ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ എന്താ കിട്ടാൻ പോകുന്നത്? ടോട്ടൽ, അതായത് ഓരോന്നും നമുക്ക് എഴുതി പോവാം. U1 പ്ലസ് എ ടോ 1 പ്ലസ് U2 പ്ലസ് എ ടോ 2 പ്ലസ് അപ് ടു UN പ്ലസ് എ ടോ n ഡിവൈഡഡ് ബൈ n എന്നുള്ള രീതിക്കാണ് നമുക്ക് കിട്ടുക. സോ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? V average is equal to യുവിന്റെ ടേംസിനെ ഒരുമിച്ച് എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്ങനെ എടുക്കാം. അപ്പോൾ U1 പ്ലസ് U2 അപ് ടു UN ഡിവൈഡഡ് ബൈ n പ്ലസ് എന്തെഴുതാം നമുക്ക്? എ കോമൺ ആണല്ലോ, എ നമ്മൾ പുറത്തെടുത്തിട്ട് എ ടോ 1 പ്ലസ് ടോ 2 അപ് ടു ടോ n ഡിവൈഡഡ് ബൈ n. പിന്നെ എന്താ വരിക? U1 പ്ലസ് U2. ഇത് ആവറേജ് എടുക്കുമ്പോഴത്തേനും ഇനീഷ്യൽ വെലോസിറ്റി എന്തായിട്ട് മാറും? V ആവറേജ് ഇവിടെ എടുത്ത് കഴിയുമ്പോഴത്തേനും അതിനെന്തായി മാറും? അത് 0 ആയി മാറും. ഓക്കെ, പിന്നീട് എന്താ സംഭവിക്കുന്നത്? അത് 0 ആയി മാറും. ബാക്കി ടേമിന് എന്താ സംഭവിക്കുന്നത്? V ആവറേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി തന്നെയാണ്. അതിനെ നമുക്ക് VD എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്യാം. VD ഇസ് ഈക്വൽ ടു ടോ 1 പ്ലസ് ടോ 2 പ്ലസ് ടോ n ബൈ n-നെ നമുക്ക് ടോ എന്ന് വിളിക്കാം. ഓക്കെ, അതെല്ലാം കൂടി ചേർന്നതാണ് റിലാക്സേഷൻ ടൈം. ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് ടോ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടോ എന്ന് നമുക്ക് എഴുതാം. സോ VD ഇസ് ഈക്വൽ ടു എ എന്തായിരുന്നു? മൈനസ് ഇ ബൈ എം ടോ എന്ന രീതിക്ക് നമുക്ക് എഴുതാം. ഓക്കെ, സോ ദി ആൻസർ ഇസ് VD ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ ബൈ എം ടോ. ഓക്കെ, അപ്പൊ എന്താണ് ആ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് കറണ്ടും ഡ്രിഫ്റ്റ് സ്പീഡും തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്, അതുപോലെ തന്നെ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണെങ്കിൽ അതിന്റെ വോളിയം എന്താണെന്ന് നമുക്ക് പറയാം? V ഇസ് ഈക്വൽ ടു AL എന്ന് പറയാം അല്ലെ. അവിടെ യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N നമ്പർ ആണ് അവിടുത്തെ യൂണിറ്റ് വോളിയത്തിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു NaL എന്ന് നമുക്ക് എഴുതാം. ഇനി ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്ഡ് ആവുന്നുണ്ട്. ഇനി ഇലക്ട്രിക് ഫീൽഡ് കാരണം അവിടുത്തെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്? VD ആണ്. ലെറ്റ് VD ബി ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, വോളിയത്തിന്റെ V ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വോളിയവും വെലോസിറ്റിയും കൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, V ഈക്വൽ ടു AL. ഇനി ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം N ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദിസ് വോളിയം, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് എങ്ങനെ പറയാം? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു NaL എന്ന് നമുക്ക് പറയാം. ഇനി ടോട്ടൽ ചാർജ് ഓഫ് ഇലക്ട്രോൺസ്, ടോട്ടൽ ചാർജ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്ത് പറയാം? NaE. ആണല്ലോ ചാർജ്, EL. ഓക്കെ, അറിയാവുന്നൊരു റിലേഷൻ ഉണ്ട്. എന്താണ്?
E is equal to VL അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആകുമ്പോൾ അവിടെ നമുക്ക് ആ ലെങ്ത്തും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എഴുതാം. E is equal to V/L. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി എത്ര ടൈം ആണ് ഈ ഒരു ഇലക്ട്രോൺ ആ ഒരു കണ്ടക്ടറിലൂടെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകാനായിട്ട് എടുക്കുന്നത്? എങ്ങനെ എഴുതാം? ആ ഒരു ടൈമിനെ എങ്ങനെയാണ് എഴുതാൻ സാധിക്കുന്നത്? സാധാരണ നമ്മൾ എഴുതുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാം. T is equal to L/V, റൈറ്റ്? ടൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം? സാധാരണ നമ്മൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയാറുണ്ട് അല്ലേ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ എന്താണ് വെലോസിറ്റി ആണ് വരുന്നത്? L എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്റ്റൻസ്, ആ കണ്ടക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ T ഈക്വൽ ടു L/V. ഇനി ഒരു ഇക്വേഷൻ കൂടി വേണം നമുക്ക് കണക്ട് ചെയ്യാൻ. I is equal to Q/T. ഓക്കെ, I is equal to Q/T എന്നതാണ് ഇക്വേഷൻ. അതിലേക്ക് നമുക്ക് ഇനി എന്തും കൂടി ചേർക്കാം. I is equal to Q/T-യിൽ ആ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് I is equal to NaEL ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? L/V ഡിവൈഡഡ് ബൈ L/V. ഈ V എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എല്ലും എല്ലും ക്യാൻസൽ ചെയ്യാം. സോ I is equal to NaEVD എന്ന് തന്നെ ചേർക്കാം. അപ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? I is equal to NaEVD എന്നതാണ് ഐയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ആ ഒരു കറണ്ടിന്റെയും ഡ്രിഫ്റ്റ് സ്പീഡിന്റെയും എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ ഒന്നും കൂടി ഒന്ന് നോക്കാം. എന്താണ്? I is equal to NaEVD യിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം I പ്രൊപ്പോർഷണൽ ടു VD ആണ്. അതായത് VD ഇൻക്രീസ്ഡ് ആണെങ്കിൽ, ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടുതലാണെങ്കിൽ കറണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്നാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറവാണെങ്കിലോ ആ കേസിൽ നമുക്ക് എങ്ങനെ തന്നെ പറയാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒത്തിരി ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവരിലുള്ള ചാർജ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ആയിട്ട് വെലോസിറ്റി, ആ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറവാണെങ്കിൽ കൂടി എന്താ സംഭവിക്കുന്നത്? അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയ വാല്യൂ തന്നെയായിരിക്കും. ഈവൻ ദോ ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറവാണെങ്കിലും കറണ്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഒരു വലിയ വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കറണ്ട് ഡെൻസിറ്റിയും കൂടി കണ്ടുപിടിച്ചാലോ. J is equal to, ഓക്കെ, നമുക്ക് ഇതിലേക്ക് തന്നെ പോവാം. J is equal to I/A. I എന്തായിരുന്നു? NaEVD ഡിവൈഡഡ് ബൈ A എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത്? കറണ്ട് ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താ കിട്ടുന്നത്? NeVD. ഓക്കെ, VD. ഓക്കെ, ഇതൊരു സബ്സ്ക്രിപ്റ്റ് തന്നെയാണ് കേട്ടോ. NaVD. NeVD. NA അല്ല, NeVD എന്നതാണ് ആ ഒരു കറണ്ട് ഡെൻസിറ്റിയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതായി ഓംസ് ലോ നമ്മൾ ഡെഡ്യൂസ് ചെയ്യാൻ പോവാണ്. നമ്മൾ പഠിച്ച കറണ്ട് ഡെൻസിറ്റിയുടെ ഫോമിൽ നിന്ന് നമ്മൾ ഓംസ് ലോയുടെ വെക്റ്റർ ഫോം അഥവാ മൈക്രോസ്കോപ്പിക് ഫോം എന്തായിരുന്നു? വെക്റ്റർ ഫോം എന്ന് പറയുന്നത് J is equal to sigma E എന്നത് ഡെഡ്യൂസ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാവുന്ന J എന്താണ്? J is equal to NeVD. VD എന്ന് പറയുന്നത് എന്തായിരുന്നു? VD is equal to E/M. നെഗറ്റീവ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. E/M ടോ. ഓക്കെ, E/M ടോ എന്നുള്ളതായിരുന്നു. ഓക്കെ, അതിനെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും? J is equal to, ഓക്കെ, ഈ ജെക്ക് ലാസ്റ്റ് നമുക്ക് വെക്ടർ ഫോം ഇട്ട് കൊടുക്കാം. ഓക്കെ, വെക്ടർ എന്ന് കാണിക്കാൻ തന്നെയാണ് ആ ആരോ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ J is equal to NE into E/M ടോ. So J is equal to NE²/M ടോ ഇൻറ്റു E. ഓക്കെ, അപ്പോൾ ഈ NE²/M ടോയിനെ നമുക്ക് സിഗ്മ എന്ന് വിളിക്കാം. സോ വി ക്യാൻ റൈറ്റ് J is equal to sigma E. ഓക്കെ, നമ്മൾ ഡെഡ്യൂസ് ചെയ്തല്ലോ ഓംസ് ലോയുടെ ഫോം. നമ്മൾ ആ ഒരു ജെയിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഓംസ് ലോയുടെ വെക്റ്റർ ഫോം ഡെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു വ്യത്യാസം? അവിടെ ഈ വീഡിയോനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ആൻഡ് അവിടെ വരുന്നത് NE²/M ടോയ്ക്ക് നമ്മൾ സിഗ്മ എന്ന് കൊടുത്തു. സോ J ബിക്കംസ് സിഗ്മ E. ഓക്കെ, മൊബിലിറ്റി എന്താണ്? മൊബിലിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക്
field. Okay, അതായത് it is defined as the magnitude of drift velocity per unit electric field. ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ എത്രമാത്രം ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട് എന്നുള്ളതാണ് മൊബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? മൊബിലിറ്റി മ്യൂ എന്നുള്ളത് കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മ്യൂ ഇസ് ഈക്വൽ ടു, ഓക്കെ, നമ്മൾ എന്താണ് അതിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ വി ഡി ബൈ ഇ, വി ഡി നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം, സൈൻ ഒന്നും നോക്കണ്ട, ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ആണ് അവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ ബൈ എം ടോ ബൈ ഇ. ഓക്കെ, ഇ ബൈ എം ടു ബൈ ഇ എന്നാണ് വരുന്നത്. സോ ഇയും ഇയും ക്യാൻസൽ ആയിട്ട് എന്താണ് ആൻസറിൽ വരുന്നത്? ഇ ടു ബൈ എം എന്നുള്ളതാണ് മൊബിലിറ്റിക്കുള്ള ഇക്വേഷൻ, ഇ ടു ബൈ എം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ റെസിസ്റ്റിവിറ്റിക്കുള്ള എക്സ്പ്ലനേഷൻ ആണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഇസ് ഗിവൺ ബൈ. ഓക്കെ, അത് നമ്മൾ നോക്കുന്നത് എന്തിൻ്റെ ടേംസിലാണ്? നമ്മൾ സിഗ്മയുടെ ടേംസിലൊന്ന് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി കറക്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ സിഗ്മയുടെ ടേംസിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് റോ ഇസ് ഈക്വൽ ടു 1/σ എന്ന് പറയാം. 1/σ അനുസരിച്ച് എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന രീതിക്ക് നമുക്ക് ആരെ പറയാം? റെസിസ്റ്റിവിറ്റിനെ പറയാം അല്ലേ? ഓക്കെ, റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. ഓക്കെ, ഈ എബവ് ഇക്വേഷനിൽ നമുക്ക് പറയാം റെസിസ്റ്റിവിറ്റി എന്തിനെ ഇൻവേഴ്സ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നു? റെസിസ്റ്റിവിറ്റി നമ്പർ ഡെൻസിറ്റിയുടെയും അതുപോലെ തന്നെ റിലാക്സേഷൻ ടൈമിൻ്റെയും ഇൻവേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് റിലാക്സേഷൻ ടൈം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറയും, അല്ലെങ്കിൽ നമ്പർ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്പർ ഡെൻസിറ്റി ഇൻ മെറ്റൽ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അനുസരിച്ച് മെറ്റലിലുള്ള ആ ഒരു നമ്പർ ഓഫ് ചാർജസ് അത് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. എന്നാൽ എന്താണ്? അവരുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ വിഗറസ് ആയിട്ട് ആ ഒരു തെർമൽ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലേ? അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? അവരുടെ ആവറേജ് സ്പീഡ് ഇൻക്രീസ് ചെയ്യും. തീർച്ചയായും കൊളീഷനുകളുടെ എണ്ണം, കൂട്ടിമുട്ടലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്? റിലാക്സേഷൻ ടൈം, ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി ഓഫ് കൊളീഷൻ ഡിക്രീസസ് ദ റിലാക്സേഷൻ ടൈം. ഓക്കെ, അതായത് കൂടുതൽ എനർജിയിലായിരിക്കുമ്പോൾ കൂടുതൽ സ്പീഡിലാണ് ചെന്ന് കൂട്ടിമുട്ടുന്നത് അല്ലേ? അപ്പൊ ഒരു കൂട്ടിമുട്ടലിന് ശേഷം അടുത്ത കൂട്ടിമുട്ടലിലേക്കുള്ള സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം വേഗമാണ് ഇവർ മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആ ഒരു റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഡിക്രീസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിലാക്സേഷൻ ടൈം കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ കണക്ട് ചെയ്യാം. എന്താണ്? റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യുന്നു. റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ആയിട്ടുള്ള റിലേഷൻ നോക്കി കഴിയുമ്പോഴത്തേനും, ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായിട്ടുള്ള റിലാക്സേഷൻ ടൈമിന്റെ റിലേഷൻ എന്തായിരുന്നു? വി ഡി വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് വി ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ടോ എന്നത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ടോ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഡിക്രീസ് ചെയ്യും അല്ലേ? കറണ്ട് അങ്ങനെ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറയുന്നതും ഡിക്രീസ് ചെയ്യും. അങ്ങനെ ആ ഒരു ഒറ്റ വാക്കിൽ നമുക്ക് പറയാം എന്താണ്? റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റൽ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു റിലാക്സേഷൻ ടൈമും ആ ഒരു റോ ആയിട്ടുള്ള റിലേഷൻ നോക്കിയാൽ മതി. എന്താണ്? റിലാക്സേഷൻ ടൈം എവിടെയാണ്? ഡിനോമിനേറ്ററിലാണ് വരുന്നത് അല്ലേ? ഡിനോമിനേറ്ററിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം റോ കൂടുന്നു. എപ്പോഴാണ് റോ കൂടുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഒരു ടോ എന്ന് പറയുന്ന റിലാക്സേഷൻ ടൈം കുറയുന്നു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആണല്ലോ? അടുത്തതായിട്ട് മറ്റ് മെറ്റൽസ് അല്ലെങ്കിൽ നോൺ മെറ്റൽസിൽ അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സിലേക്ക് റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻസുലേറ്ററിന്റെ കേസിലും സെമി കണ്ടക്ടറിന്റെ കേസിലും എന്താണ്? നമ്പർ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്പർ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോയുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതിന്റെ ഗ്രാഫിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ മെറ്റൽസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അത് നോൺ മെറ്റൽസിന്റെ കേസിലാണ്. മെറ്റൽസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം ഇത്തരത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. എപ്പോഴും അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കില്ല. ഓക്കെ, ഇതിന്റെ ആൽഫ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്
ആ ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി നമ്മൾ ആ ഒരു സിഗ്മയുടെ ടേംസിൽ പറഞ്ഞത് എന്നുള്ള കാര്യം ക്ലിയർ ആയല്ലോ. റിലാക്സേഷൻ ടൈമും നമ്പർ ഡെൻസിറ്റിയുടെ ഒക്കെ ടേംസിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി പറഞ്ഞെന്നുള്ളത് ക്ലിയർ ആയി കാണുമല്ലോ. അടുത്തതായിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ആണ്. എന്താ നോക്കാം. What time does an electron take to drift from one end of a copper wire of length 1 meter to its other end? Okay, അപ്പോൾ കോപ്പർ വയറിൽ അതിന്റെ ഒരു എൻഡ് മുതൽ അടുത്തൊരു എൻഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രോൺ എത്ര ടൈം ആയിരിക്കും എടുക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാ വേറെ തന്നിരിക്കുന്നത്? നമ്പർ ഡെൻസിറ്റി ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഇൻ കോപ്പേഴ്സ് 8.5 into 10⁻28 meter raised to -3 and cross sectional area of wire is 10⁻6 meter square and current is 1 ampere. Okay, അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എങ്ങനെ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാം? I is equal to NAEVD എന്ന രീതിക്ക് റിലേറ്റ് ചെയ്യാം. എന്നിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഇക്വേഷൻ എടുക്കാം. എന്താണ്? T is equal to L/V, അല്ലെ, ലെങ്ത് ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, T equal to L/VD എന്ന രീതിക്ക് എടുക്കാം. ടൈം എത്രയാണ്? ടോട്ടൽ ലെങ്ത് ബൈ അവിടുത്തെ സ്പീഡ്, ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്ത് പോവാം. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ അറിയാവുന്ന കാര്യങ്ങൾ? N തന്നിട്ടുണ്ടല്ലോ. N is equal to 8.5 into 10⁻28. അതുപോലെ തന്നെ I is equal to 1 ampere and area is equal to 10⁻6 meter square. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാലോ. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് വി ഡി എടുക്കാം. വി ഡി ഇസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് ഇക്വേഷനിൽ നിന്ന് നമുക്ക് വി ഡി എടുക്കാം. NAE, വി ഡി ഇസ് ഈക്വൽ ടു I/NAA വിച്ച് ഇസ് ഈക്വൽ ടു I എന്ന് പറയുന്നത് എന്താണ്? 1/N എന്ന് പറയുന്നത് 8.5 into 10⁻28 into 10⁻6 into ഇനി എന്താണ് നമുക്ക് ചേർക്കാനുള്ളത്? യെസ്, ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10⁻⁻19 കുളോംബാണ്. ഓക്കെ, 10⁻⁻19 കുളം. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 0.0735 into 10⁻⁻3 which is equal to 7.35 into 10⁻⁻5 ആണ് കിട്ടുന്നത് കേട്ടോ. ഡ്രിഫ്റ്റ് വെലോസിറ്റി തന്നെയാണ്. മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റ് നമുക്ക് അവിടെ കൊടുക്കാം. ഇനി T is equal to L/VD. ഓക്കെ, L എത്രയാണ്? 1 ആണ്. 1/7.35 into 10⁻⁻5 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താണ് ആൻസർ കിട്ടാൻ പോകുന്നത്? ദാറ്റ് ഇസ് ഈക്വൽ ടു 1.36 into 10⁻4. ഓക്കെ, 10⁻4 സെക്കൻഡ് ആണ് എടുക്കുന്ന ടൈം ആയിരുന്നല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഓക്കെ, അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും. എന്താ നമുക്ക് കിട്ടുന്നേ? 1.36 into 10⁻4 സെക്കൻഡ്സ്. ഓക്കെ, അതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ക്ലിയർ ആയല്ലോ. എന്തൊക്കെയാണ്? അതിൻ്റെ ഇക്വേഷൻ ഇട്ട് വി ഡി കണ്ടുപിടിച്ചു, അതിൽ നിന്ന് ടി കണ്ടുപിടിച്ചു, എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തിയപ്പോഴത്തേനും T is equal to 1.36 into 10⁻4 സെക്കൻഡ് എന്ന രീതിക്കാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ ആണ്. നോക്കാം നമുക്ക്. The drift velocity of a free electron in a conductor is V when a current is I is flowing through it. Okay, I എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേനും അതിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് V ആണ്. And if both the radius and current are doubled, then the drift velocity will be. Okay, അതായത് ബോത്ത് റേഡിയസും കറണ്ടും ഡബിൾ ആയി കഴിഞ്ഞാൽ അതിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്തായി മാറും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? V ആണ് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിലുള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ വിനെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു? V is equal to VD1 എന്ന് എടുക്കുന്നു. ഓക്കെ, അതിനുശേഷമുള്ള V പ്രൈം എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു VD2. ഓക്കെ, അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് കറണ്ട് എങ്ങനെയാണ്? ആദ്യത്തെ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് I1 എന്ന് എടുക്കാം. രണ്ടാമത്തെ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡബിൾ ആണ്. ഓക്കെ, റേഡിയസും അതുപോലെ തന്നെ ഡബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം I1 is equal to I and I2 is equal to
2i. ഓക്കെ, അതുപോലെ തന്നെ R1 is equal to R and R2 is equal to 2R എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താണ് ഇക്വേഷൻ വരുന്നത്? VD ജനറൽ ഇക്വേഷൻ ആണ്. VD ഈക്വൽ ടു I by VD is equal to I by NAE എന്ന് എഴുതാം. ഓക്കെ, ഇനി അതിൽ ഓരോന്നിലും നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ VD1 എന്താ വരുന്നത്? VD1 is equal to I1. ഓക്കെ, I1 എന്നുള്ളത് എന്താണ്? I ആണ്. ഓക്കെ, അപ്പോൾ I1 തന്നെ കൊടുക്കാൻ തൽക്കാലം. I1 by ഓക്കെ പൈ R1 സ്ക്വയർ I1 by പൈ R1 സ്ക്വയർ ഇൻറ്റു N ഇൻറ്റു E എന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ VD2 ഇവിടെ എഴുതുവാണ് VD2. ഓക്കെ, സോ VD2 എന്താ വരുന്നത്? VD2 is equal to I2 by പൈ R2 സ്ക്വയർ ഇൻറ്റു N ഇൻറ്റു E. ഓക്കെ, ഇനി നമ്മൾ അതിനെ രണ്ടിനെയും ഒന്ന് കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, VD1 by VD2 which is equal to I1 by പൈ R1 സ്ക്വയർ ഇൻറ്റു N ഇൻറ്റു E divided by I2 by പൈ R2 സ്ക്വയർ ഇൻറ്റു N ഇൻറ്റു E. സിമിലർ ആയിട്ടുള്ളത് നമുക്കിവിടെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ക്യാൻസൽ ആകും? പൈ കട്ട് ചെയ്ത് പോവും, അതുപോലെ തന്നെ N E കട്ടായി പോകും അല്ലേ. അപ്പോൾ സോ ദാറ്റ് ഗിവ്സ് യു I1 by R1 സ്ക്വയർ ഡിവൈഡഡ് ബൈ I2 by R2 സ്ക്വയർ അല്ലേ. ഓക്കെ, അത്രയും പോർഷൻ, ഈ ഒരു പോർഷൻ ഞാനൊന്ന് ഇറേസ് ചെയ്യുവാണ്. ഓക്കെ, ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യുവാണ്. അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മളത് ചെയ്തിരുന്നത്? നമ്മളെന്താ ചെയ്തത്? ഇക്വേഷൻ നമ്മളതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ കമ്പയർ ചെയ്യാനായിട്ട് ആ ഒരു റേഡിയസ് വാല്യൂവും അതുപോലെ തന്നെ കറണ്ട് വാല്യൂവിലും എന്ത് ചേഞ്ചാണ് വന്നത് എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ആ ഒരു റേഡിയസിലെയും ആ ഒരു കറണ്ടിലെയും ചേഞ്ച് ജസ്റ്റ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾ ആൻസറിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്നും കൂടി എടുത്തെഴുതാം. VD1 by VD2 എങ്ങനെയായി മാറുന്നു? I1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? I ആണ്. I എന്ന് കൊടുക്കാം. ബൈ R1 സ്ക്വയർ. R1 എത്രയാണ്? R1 എന്ന് പറയുന്നത് 6 തന്നെയാണ്. സോ R സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി ഡിവിഷൻ ആയതുകൊണ്ട് മുകളിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായി മാറുന്നു. R2 സ്ക്വയർ. R2 എന്ന് പറയുന്നത് 2R ആണ്. 2R സ്ക്വയർ ബൈ I എന്തായി മാറുന്നു? I2 എന്തായി മാറുന്നു? 2I ആയിട്ട് മാറുന്നു. സോ സിമിലർ ടേംസ് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ 2R സ്ക്വയറിൽ നിന്ന് ഇതെന്തായി മാറുന്നു? 4R സ്ക്വയർ എന്ന് വരുന്നു. R സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ VD1 by VD2 is equal to VD1 by VD2 is equal to എന്താ വരുന്നത്? 2R സ്ക്വയർ ആയിരുന്നല്ലോ. R സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി 4 എന്ന് ബാക്കി കിടപ്പുണ്ട്. സോ VD1 is equal to 4 ഇൻറ്റു, ഇനി വേറെ എന്തെങ്കിലും ബാക്കി ഉണ്ടോ അതിനകത്ത്? യെസ്, ഒരു കാര്യം കൂടി നമ്മൾ ക്യാൻസൽ ചെയ്യാനുണ്ട്. 4 അല്ല 4/2 ആണ് കേട്ടോ. 4/2. ഓക്കെ, സോ അതും കൂടി അവിടെ ഇത് ചേർക്കാം. എന്ന് വരുന്നത് 4/2 എന്ന് വരുന്നുണ്ട്. സോ ദാറ്റ് ഗിവ്സ് യു 2. ഓക്കെ, സോ എന്താ വരുന്നത്? VD1 is equal to 2 ഇൻറ്റു VD2. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം, എന്താ നമുക്ക് പറയാൻ പറ്റുക? VD2 is equal to VD1 by 2 എന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എനർജിനെ കുറിച്ചിട്ടും പവറിനെ കുറിച്ചിട്ടുമാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ടുള്ള എക്സ്പ്രഷൻ, ഓക്കെ, അതിന് ഈ ഒരു പൊട്ടൻഷ്യലിലേക്ക് ബേസിസിൽ അതിനായിട്ടുള്ള എക്സ്പ്രഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രിക്കൽ എനർജി എന്നും പവർ എന്നും ഒക്കെ നമുക്കറിയാം അല്ലേ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു കണ്ടക്ടറിൽ 2 പോയിന്റ്സിൻ്റെ ഇടയിൽ, ഓക്കെ, 2 പോയിന്റ്സ് കണ്ടക്ടറിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ ഉള്ള പൊട്ടൻഷ്യൽസ് എന്ന് പറയുന്നത് എയിലുള്ള പൊട്ടൻഷ്യൽ VAയും ബിയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് VBയുമാണ്. ഓക്കെ, ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്നത്, എയിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബിയിനുള്ള പൊട്ടൻഷ്യലിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യലുള്ള ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം? V is equal to VA minus VB എന്ന് എഴുതാം. ഓക്കെ, ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. അപ്പോൾ V is equal to VA minus VB. ഓക്കെ, അങ്ങനെയെങ്കിൽ if delta Q charge flows from A to B in time delta T. ഓക്കെ, അപ്പോൾ ഡെൽറ്റ Q എന്ന് പറയുന്ന ചാർജ്, ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്?
ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ചാർജ്, ഓക്കെ, ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഡെൽറ്റ ടി ടൈമിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുവെങ്കിൽ, ഓക്കെ, ഇൻ ഡെൽറ്റ ടി ടൈമിൽ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഇങ്ങോട്ടാണ് ഇതിൽ നിന്ന് ബിയിലേക്ക് ഫ്ലോ ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ എന്തെഴുതാം? If delta Q charge flows from A to B in time t, the potential energy of charge will be decreased. അല്ലേ, അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി, ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറയും അല്ലേ. അതൊരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ആ ഒരു ടൈമിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി കുറയും. ദ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ചാർജ് ഫ്ലോ ഫ്രം എ ടു ബി. ഈ ചാർജിന്റെ ഫ്ലോ കാരണം അവിടെയുള്ള ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിനെ നമുക്ക് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം? നമുക്ക് വി എ മൈനസ് വി ബി ഇൻറ്റു ഡെൽറ്റ ക്യൂ എന്ന് നമുക്കതിനെ എഴുതാം. അല്ലെങ്കിൽ വി ഇൻറ്റു ഡെൽറ്റ ക്യൂ എന്ന്, ഓക്കെ, വിക്ക് ബ്രാക്കറ്റ് വേണമെന്നില്ല, ഓക്കെ, വി ഇൻറ്റു ഡെൽറ്റ ക്യൂ എന്ന് നമുക്കതിനെ എഴുതാം. ഓക്കെ, വി ഇൻറ്റു ഡെൽറ്റ ക്യൂ എന്ന് നമുക്ക് ഇങ്ങനെ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ഡിക്രീസ് അവിടെ അപ്പിയർ ചെയ്യുന്നത് എന്തായിട്ടാണ്? കൈനറ്റിക് എനർജിയാണ്. ഫ്ലോയിങ് ചാർജസിന്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് അതവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ ഒരു കൈനറ്റിക് എനർജി ഉള്ളത് കൊണ്ട് കൊളീഷന് ശേഷം ഈ ചാർജ് കാരിയേഴ്സിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? We know that the kinetic energy of charge carriers do not increase due to collision with atoms. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ കൈനറ്റിക് എനർജിക്ക് എന്താ സംഭവിക്കുന്നത്? ഈ കൊളീഷന് ശേഷം ഈ കൈനറ്റിക് എനർജി, ആർക്കാ കൈനറ്റിക് എനർജി കിട്ടിയിരിക്കുന്നത്? കൈനറ്റിക് എനർജി ഗെയിൻ ചെയ്ത ചാർജ് കാരിയേഴ്സ് ആണ്. അവരത് എന്ത് ചെയ്യുന്നു? അവരത് ആറ്റംസുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പൊ തീർച്ചയായും ആറ്റത്തിന് ഈ ഒരു എനർജിയുടെ ബേസിസിൽ അവരെന്ത് ചെയ്യുന്നു? അവർ കൂടുതൽ വിഗറസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ഹീറ്റ് എനർജി ഉണ്ടാവുന്നു. ആ കണ്ടക്ടർ ഹീറ്റഡ് അപ്പ് ആവുന്നു. ഓക്കെ, അടുത്തത് അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി, എനർജി കൺസർവേഷൻ അനുസരിച്ച് അവിടെ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എ എന്ന് പറയുന്ന അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റുകൾക്കിടയിൽ ഡെൽറ്റ ടി ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ഹീറ്റിനെ നമുക്ക് എങ്ങനെ പറയാം? എനർജി കൺവേർഷൻ അനുസരിച്ച്, ഓക്കെ, എനർജി കൺസർവേഷൻ അനുസരിച്ച് നമുക്ക് പറയാം എന്താണ്? അവിടെ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ആ കൈനറ്റിക് എനർജി കാരണമാണ് അവിടെ ഹീറ്റ് എനർജി ഡെവലപ്പ് ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ചിനെ തന്നെ നമുക്ക് ആ ഒരു ഹീറ്റ് എനർജി എന്ന് വിളിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? വി ഡെൽറ്റ ക്യൂ. ഓക്കെ, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു വി ഡെൽറ്റ ക്യൂ. ഇനി ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് ഐയുടെ ഫോർമുലയിലേക്ക് കൊണ്ടുവരാം. ഐ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ, ആൻഡ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നതിനെ നമുക്ക് വി ഐ എന്ന് എഴുതാം. അവിടെ ചെയ്യുന്ന വർക്കാണ് ഈ ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. അവിടെ ഹീറ്റഡ് അപ്പ് ആകുക എന്ന് പറയുന്നതാണ് അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ വർക്ക് ഡൺ ബൈ ടൈം, ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഇസ് പവർ. സോ പി ഇസ് ഈക്വൽ ടു വി ഐ എന്ന് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. പി ഇസ് ഈക്വൽ ടു വി ഐ എന്ന് നമുക്ക് ഇവിടെ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് വേണം? നമുക്കിനി ഇതിനെ ഓംസ് ലോയുടെ ടേംസിലും കൂടി ഒന്ന് മാറ്റി എഴുതി നോക്കാം. പവറിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ കണ്ടു? എന്തായിരുന്നു? P is equal to VI. ഓക്കെ, ഓംസ് ലോയുടെ ഹെൽപ്പോടുകൂടി, ഓംസ് ലോയുടെ എക്സ്പ്രഷൻ എന്താണ്? V is equal to IR. ഓംസ് ലോയുടെ ഹെൽപ്പോടുകൂടി നമുക്ക് ഈ ഒരു പവറിനെ പല എക്സ്പ്രഷനിലായിട്ട് എഴുതാം. V is equal to IR അല്ലെ. അപ്പൊ P is equal to Vന്റെ അവിടെ IR എന്ന് ഇട്ട് കൊടുക്കാം. IR into R. സോ എന്താ കിട്ടുന്നത്? P is equal to I square R. റൈറ്റ്? I ആണ് കേട്ടോ ഇവിടെ. ഓക്കെ, ഐ എന്നുള്ളതായിരുന്നു ഇവിടെ, ഐ തന്നെയാണ്. ഓക്കെ, സോ അപ്പൊ അവിടെ എന്തായിട്ട് വരുന്നു? ഐ ആർ ഇൻറ്റു ഐ. ഓക്കെ, അപ്പൊ ഐ സ്ക്വയർ ആർ എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യാം? ഐക്ക് പകരം നമുക്ക് വി ബൈ ആർ ഇടാം. ഐക്ക് പകരം നമുക്ക് വി ബൈ ആർ ഇടാം. സോ പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു വി ബൈ ആർ. വി ഇൻറ്റു വി ബൈ ആർ. അപ്പൊ എന്താ കിട്ടുന്നത്? പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നുള്ള രീതിക്ക് നമുക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, അതുപോലെ തന്നെ പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓംസ് ലോ വെച്ചിട്ട് എങ്ങനെയാണ് ഈ പവറിനെ പല രീതിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയല്ലോ? പവർ ട്രാൻസ്മിഷൻ. ഓക്കെ, പവർ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസിലൊക്കെ എന്താണ്, അവിടെ കറണ്ട് ജനറേറ്റ് ചെയ്ത് അതെങ്ങനെയാണ് ഹൗസ് ഹോൾഡ് സർക്യൂട്ട്സിലേക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്?
ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രാൻസ്മിഷൻ ലൈൻ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാം അല്ലേ. എങ്ങനെയാ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്? അതിൽ നമ്മുടെ എന്താണ് ആ ഒരു കണ്ടീഷൻ, അതായത് കൂടുതൽ ദൂരത്തേക്ക് പവർ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേനും എന്താണ് അവിടെ ഹീറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് ഇവിടെ ഒഴിവാക്കുന്നത്? ഇലക്ട്രിക് പവർ from the electric power station. Okay, electric power from the electric power station is transmitted with high voltage. High voltage ലാണ് ഈ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പവറിന്റെ ഇക്വേഷൻ ഇപ്പൊ നമുക്കറിയാലോ, P is equal to VI. P is equal to VI. ഓക്കെ, അപ്പോൾ പവർ ഒട്ടും തന്നെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതേ പവർ, കൂടുതൽ പവർ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ കറണ്ട് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഹീറ്റിംഗ് അപ്പ് ഉണ്ടാവും. അപ്പൊ അതിന് പകരം എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാം. അപ്പൊ എത്രയാണോ പവർ ഉദ്ദേശിക്കുന്നത് അതേ പവറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ട്രാൻസ്മിഷൻ നടത്താൻ സാധിക്കും. ഓക്കെ, വെൻ വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഡിക്രീസസ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ reduce the heat loss. Okay, അപ്പോൾ അതേ പവർ, ഏത് പവറിലാണോ ആ പവർ അതേ പവറിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കറണ്ട് ഡിക്രീസ് ചെയ്യേണ്ട കാര്യമില്ല, അതിന് പകരം വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്, അതിലെങ്ങനെയാണ് ഹീറ്റിംഗ് അപ്പ് റെഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അടുത്തതായി പവർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താ നോക്കാം. ഡിഫൈൻ ഇലക്ട്രിക് പവർ, വാട്ട് ഈസ് ഇറ്റ്സ് SI യൂണിറ്റ്. ഇലക്ട്രിക് പവർ എന്താണ് അതിന്റെ SI യൂണിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവർ എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ് അല്ലെ. ഇലക്ട്രിക് പവറിനെ നമുക്ക് എങ്ങനെ എഴുതാം? P is equal to VI എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അതിന്റെ യൂണിറ്റ്? അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. ഓക്കെ, ഇനി അടുത്തത് ന്യൂമറിക്കൽ ഉണ്ട്. 2 bulbs of 50 watt 220 volt and 100 watt 220 volt are given. How will you connect the bulb so that 50 watt 220 volt bulb glow brighter than 100 watt 220 volt bulb? Okay, രണ്ടിന്റെയും വോൾട്ട് എന്ന് പറയുന്നത് സെയിം ആണ്, എങ്കിലും രണ്ടിന്റെയും വാട്ടേജ് ഡിഫറെന്റ് ആണ്. എന്നാൽ ഈ കുറഞ്ഞ വാട്ടേജ് ഉള്ള ബൾബ് കൂടുതൽ ബ്രൈറ്റ്ലി ഗ്ലോ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എങ്ങനെയാണ് അത് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൾബ് കണക്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ് വ്യത്യാസം വരുത്തേണ്ടത്. 2 രീതിയിലാണ് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതായത് കോമ്പണൻസിനെ സീരീസ് ആയിട്ടും അതുപോലെ തന്നെ പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആദ്യം ഒന്ന് പറയാം. ഈ ഒരു കണക്ഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. ഓക്കെ, സീരീസും ഉണ്ട് അതുപോലെ തന്നെ പാരലലും ഉണ്ട്. ഓക്കെ, ഈ ഒരു പവറിന്റെ ഇക്വേഷൻ വരുമ്പോഴത്തേനും സീരീസ് കണക്ഷൻ ആകുമ്പോഴത്തേനും, ഫോർ എക്സാമ്പിൾ റെസിസ്റ്റേഴ്സ് സീരീസിലാണെന്ന് കരുതുക, ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് എന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ രണ്ടിൻ്റെയും 2 എൻഡ്സും കണക്റ്റഡ് ആണെങ്കിൽ, ലൈക്ക് ഒരെണ്ണത്തിന്റെ ഒരെൻഡ് അടുത്തതിന്റെ ഈ ഒരു എൻഡിലേക്കും ഒരെണ്ണത്തിന്റെ അടുത്ത എൻഡ് അടുത്തതിന്റെ അടുത്ത എൻഡിലേക്കും, ഇത്തരത്തിലൊരു കണക്ഷനെയാണ് നമ്മൾ പാരലൽ എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇത് റെസിസ്റ്ററിന്റെ കേസിലാണ് ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് വരച്ചിട്ട്. ഇനി ഈ പവർ വരുമ്പോഴത്തേനും എങ്ങനെയാണ് അത് വ്യത്യാസം വരുന്നത് എന്ന് പറയാം. ഓക്കെ, സോ ആ ഒരു കണക്ഷൻ കണ്ടല്ലോ. ഇനി സീരീസിലും പാരലലും വരുമ്പോഴത്തേനും കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. I is the same. ഓക്കെ, I എന്ന് പറയുന്നത് എല്ലാ കോമ്പണന്റും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് പവറിന്റെ ഇക്വേഷൻ P is equal to I square R കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേനും P will be directly proportional to എന്താണ്? R ആണ് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് ഏതിനാണോ കൂടുതൽ അതായിരിക്കും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ്? സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഒരു ബൾബ് സീരീസിൽ കണക്ട് ചെയ്താൽ മതിയാവും. ഇനി ആ റെസിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ കയ്യിലുള്ളത് വോൾട്ട് ഉണ്ട്, 220 വോൾട്ട് എന്നുള്ള ആ ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വാട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 50 വാട്ട് എന്നുള്ള ഡീറ്റെയിലും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കറണ്ട് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാൻ പറ്റുക? P is equal to V square by R which is equal to 220 the whole square by R എന്നുള്ളത് നമുക്ക് എടുക്കാം. ഓക്കെ, 220 സ്ക്വയർ ബൈ R എന്നുള്ളത് നമുക്ക് എടുക്കാം. അതിൽ നിന്ന് R നമുക്ക് കണ്ടുപിടിക്കാം. R is equal to എന്താ വരുന്നത്? V സ്ക്വയർ ബൈ P എന്നതാണ് നമുക്ക് കിട്ടുന്നത്. V സ്ക്വയർ ബൈ P എന്ന് വരുമ്പോഴത്തേനും 220 സ്ക്വയർ. ഓക്കെ, അതായത് 220 സ്ക്വയർ ബൈ
50 എന്നാണ് നമുക്ക് വരുന്നത്. 50 ആണല്ലോ വാട്ടേജ്. ഓക്കെ, അപ്പൊ 220 സ്ക്വയർ ബൈ 50 അതിനെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 220 ഇൻറ്റു 220 നമുക്ക് 48,400 ബൈ 50 എന്ന രീതിക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു 968 ഓം എന്ന് കിട്ടും. ഓക്കെ, എന്നാൽ ഇതേ ഒരു റെസിസ്റ്റൻസ് നമ്മൾ ഈ ഒരു ഫോർമുലയിൽ ഇതേ ഒരു റെസിസ്റ്റൻസ് നമ്മൾ 100 വാട്ടിൻ്റെ വോൾട്ടേജ് വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ 220 സ്ക്വയർ ബൈ 100 എന്നതായിരിക്കും. അവിടെ നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത് 48,400 ബൈ 100 എന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ 484 ഓമാണ് വരിക. റെസിസ്റ്റൻസ് കുറവാണ് അല്ലേ? റെസിസ്റ്റൻസ് കുറവുള്ള കേസിൽ അവിടെ എന്തായിരിക്കും? വാട്ടേജ് കുറവായിരിക്കും ഇൻ സീരീസ്. ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്? വാട്ടേജ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ സീരീസ് കണക്ഷനിൽ ആ ഒരു ബൾബിന് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ തന്നെ സി പാർട്ട് ആണ്. എന്താ തന്നിരിക്കുന്നത്? when the bulb 50 watt 220 volt is connected to an 110 volt supply, calculate the power generated. ഓക്കെ, അപ്പം എന്താന്നിരിക്കുന്നത്? 110 വോൾട്ടിൽ പവർ ജനറേറ്റഡ് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിനാണ് നമുക്കിവിടെ വാട്ടും അതുപോലെ തന്നെ 220 വോൾട്ടും തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. യെസ്, സോ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? P is equal to V square by R ആണ്. R നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? R is equal to V square by P, which is equal to V square എത്രയാണ്? 220 into 220 divided by P എന്ന് പറയുന്നത് 50 ആണ്. So that gives you 48,400 by 50. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും 968 ഓം. റെസിസ്റ്റൻസ് ആയിരുന്നു, ഓം ആണ്. പുതിയ വോൾട്ടേജ് എത്രയാണ് തന്നിരിക്കുന്നത്? V is equal to 110 വോൾട്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ നിന്ന് എഴുതാം R is equal to R is equal to V square by P വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി ആ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു അല്ലേ? P എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, P എന്നുള്ളതാണ് ഇക്വേഷൻ. P is equal to ആക്കി എഴുതാം നമുക്കത്, കാരണം നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പുതിയ പവർ ജനറേറ്റഡ് ആണ്. സോ P is equal to V square by R, which is equal to 110 into 110 divided by 968, which gives you എന്താണ് 110 into 110 എന്ന് പറയുന്നത്? 11 into 11 121, and the remaining 2 zeros divided by 968. That will give you, okay, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആൻസർ കിട്ടും 12.5 വാട്ട്. ഓക്കെ, 12.5 വാട്ട് എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ പുതിയ പവർ ജനറേറ്റഡ് എത്രയാണ്? 12.5 വാട്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ പഠിച്ചത്രയും വെച്ചിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഡിവൈസ് ഇവിടെ തന്നിരിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കണക്റ്റിംഗ് വയർ. ഓക്കെ, എന്താണ് കണക്റ്റിംഗ് വയർ എന്ന് പറഞ്ഞാൽ? ഘടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പി, സർക്യൂട്ടുകളിലൊക്കെ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വയർ. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഫ്യൂസ് വയർ തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? മെറ്റീരിയൽ എന്ന് പറഞ്ഞ ബോക്സിൽ തന്നിരിക്കുന്നത് കോൺസ്റ്റന്റ് ആൻഡ് അലോയ്, അതായത് ലോഹസങ്കരം, കോപ്പർ, നിക്രോം. പിന്നെ എന്താണ് അത് ഉപയോഗിക്കാനുള്ള കാരണം? ഇത്തരത്തിലാണ് ഈ ഒരു ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ഗുഡ് കണ്ടക്ടർ ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ റെസിസ്റ്റിവിറ്റി, വെരി സ്മോൾ ടെമ്പറേച്ചർ, കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, പ്രൊഡ്യൂസ് ലാർജ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദി കോയിൽ, അതായത് കോയിലിന് ചുറ്റും വലിയ കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഉപകരണം അത് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ അത് യൂസ് ചെയ്യാനുള്ള കാരണം, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കാം. കണക്റ്റിംഗ് വയറായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? കോപ്പർ ആണ്. ഓക്കെ, കണക്റ്റിംഗ് വയറായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? കോപ്പർ ആണ്. അതുപോലെ തന്നെ നോക്കിക്കേ, കോപ്പർ എന്താണ്? ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ, കോപ്പർ എന്താണ്? ഗുഡ് കണ്ടക്ടർ ആണ്. ഓക്കെ, ഈ ഒരു മാച്ചിങ് മനസ്സിലായല്ലോ. എന്താണ്? കണക്റ്റിംഗ് വയർ കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്, ഗുഡ് കണ്ടക്ടർ ആണ്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു കളറിൽ വരയ്ക്കാം. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആ കോൺസ്റ്റന്റ് ആണ് എന്താണ് പ്രത്യേകത? കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത് അതിന് വളരെ
താഴ്ന്ന ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണുള്ളത്. ഓക്കെ, കോൺസ്റ്റന്റിന്റെ പ്രത്യേകത എന്താണ്? വെരി സ്മോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്തതിന് നമുക്ക് മറ്റൊരു കളറും കൂടി എടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്യൂസ് വയർ എന്താണ്? ഫ്യൂസ് വയർ അറിയാലോ, അലോയ് ആണ്. ഫ്യൂസ് വയർ എന്ന് പറയുന്നത് അലോയ് ആണ്. അലോയ്ക്ക് എന്താ പ്രത്യേകത? ഈ ഒരു അലോയ്ക്ക് എന്തായിരിക്കണം പ്രത്യേകത? ഫ്യൂസ് വയറിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം അല്ലെ, മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കണം. കൂടുതൽ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? സർക്യൂട്ട് ബ്രേക്ക് ആക്കണം. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് മാച്ച് ചെയ്തതെന്നുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അടുത്തതൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കാം. When electric current is passed through a resistance wire, it get heated up. Okay, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് കറണ്ട് ഒരു വയറിലൂടെ പാസ് ചെയ്യുമ്പോൾ, ഓക്കെ, ഇലക്ട്രിക് കറണ്ട് ഒരു വയറിലൂടെ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഹീറ്റിംഗ് അപ്പ് എന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഹീറ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള ലോ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ദി ലോ അസോസിയേറ്റഡ് വിത്ത് ദിസ് ഫിനോമിനൻ. ഓക്കെ, ദാറ്റ് ലോ ഇസ് നോൺ ആസ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. എന്താണ് അതിനെ പറയുന്നത്? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. ഓക്കെ, അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ H is equal to I square RT. H is equal to I square RT. ഓക്കെ, I എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലെ കറണ്ട് ആണ്, R എന്ന് പറയുന്നത് അവിടുത്തെ റെസിസ്റ്റൻസ് ആണ്, T എന്ന് പറയുന്നത് എത്ര നേരത്തേക്കാണോ ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതാണ് T എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ H is equal to I square RT എന്നതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി what happens to the heat energy developed if the current through the wire is doubled? Okay, current double ചെയ്തു എന്ന് വെക്കുക. I changes to 2 times I എന്ന് കരുതുക. Then what happens to the heat energy? Okay, new heat energy നെ നമുക്ക് H dash എന്ന് കൊടുക്കാം. ഓക്കെ, H dash എന്ന് കൊടുത്തുമ്പോഴത്തേന് H dash ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം എന്താ വരുന്നത്? I സ്ക്വയറിന് പകരം 2I സ്ക്വയർ എന്ന് വരുന്നു ഇൻറ്റു RT. സോ എന്താ വരുന്നത്? H എന്ന് പറയുന്നത് I സ്ക്വയർ RT ആണ്. ഓക്കെ, അത് നമ്മുടെ ഒറിജിനൽ ആയിട്ട് ഇപ്പം ഉണ്ടായിരുന്ന ഹീറ്റ് ആണ് I സ്ക്വയർ RT. ഇനി ഈ 2I സ്ക്വയർ RT കൊടുത്തുമ്പോഴത്തേനും 2 സ്ക്വയർ 4 ഇൻറ്റു I സ്ക്വയർ RT. ജസ്റ്റ് കമ്പയർ ദിസ്. ഇത്രയും എന്ന് പറയുന്നത് H ആണ്. സോ ദാറ്റ് ബിക്കംസ് 4H. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ന്യൂ ഹീറ്റ് ഡെവലപ്ഡ് ഇസ് ഈക്വൽ ടു H ഡാഷ് ഇസ് ഈക്വൽ ടു 4H. ഓക്കെ, H ഡാഷ് എന്തായി മാറുന്നു? 4 ടൈംസ് ദി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ?